വെച്ചാൽ ഒരു റിസപ്ഷൻ വ്ളോഗാണെന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ ഒരു വ്ളോഗാണ്. നാളെയാണ് കല്യാണം. എൻ്റെ ഒരു സെക്കൻഡ് കസിൻ്റെ മാരേജ് ആണ്. നാളെയാണ് കല്യാണം. പക്ഷേ എനിക്ക് നാളെ പോകാൻ പറ്റത്തില്ല. നാളെ എനിക്ക് പ്രാക്ടിക്കലാണ്, പോകേണ്ട പ്രാക്ടിക്കലായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അമ്മ അച്ഛനും പോവും. അപ്പം ഇന്ന് വിചാരിച്ചു ഇന്നത്തെ റിസപ്ഷൻ എന്തായാലും പോയി അടിച്ച് പൊളിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ഇടാൻ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അവിടെ ചെന്നാൽ എനിക്ക് ഷൈ ടൈപ്പാണ് ഞാൻ ആക്ച്വലി. അപ്പം എങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന അറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ വീഡിയോ എടുത്ത് ഇടാം. ആൻഡ് പിന്നെ ഇവിടെ അല്ല, പൂവാറാണ് മാരേജ്. കല്യാണം അവിടെയാണ്, റിസപ്ഷനും അവിടെ തന്നെയാണ്. അപ്പം ഇവിടെ നിന്ന് എന്തായാലും ഒരു 1 hour ട്രാവൽ ഉണ്ട്. ഇപ്പോൾ ഒരു ടൈം എനിക്കൊന്ന് 4:45 ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇപ്പോൾ റെഡി ആകാൻ പോവാണ്. ഒരു 6 മണിയാകുമ്പോൾ പോവും. എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണിന്ന്. നമുക്ക് എന്തായാലും റിസപ്ഷന് പോകാൻ റെഡി ആയിട്ട് വരാം. അങ്ങനെ ആകുമ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 1 മണി 6:15 അപ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെ പോകുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ചേച്ചി വരുമ്പം അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകണം. ഞങ്ങളുടെ ഏകദേശം ഏക്കൽ നടുക്കായിട്ട് വരും ഞങ്ങളുടെ ഒരു വീടിൻ്റെ അവിടെ പോയിട്ട് ചേച്ചിയുടെ അവിടെ നിന്ന് കാറിലാണ് പോകുന്നത്. ആൻഡ് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ കുറേ നാളുടെ ആഗ്രഹം ഈ ഡ്രസ്സ് ഇടണം മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി. ഇപ്പോഴാണ് ഇത് ഇടാൻ പറ്റിയത്. ആൻഡ് ഐ വിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഡ്രസ്സിൽ. അതിന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. RK വെഡ്ഡിങ് മാളിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പറഞ്ഞ അമ്പലത്തിൻ്റെ അവിടെ പോകണം. സോ ഇവിടുത്തെ ലൈറ്റ് ഇച്ചിരി സീനാട്ടോ. അതാണ് ഇങ്ങനെ കാണുന്ന ഒരു മാതിരി. അവിടെ നിൽക്കാം. അപ്പം നമ്മൾ പോവാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാം. എന്നിട്ട് ഞങ്ങൾ കാറിൽ കയറി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അച്ഛൻ എന്നെ ആദ്യം കൊണ്ടാക്കി, പിന്നെ അമ്മേനെയും കൂടെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ. അങ്ങനെ പിക്ക് ചെയ്ത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് ചേച്ചിയുടെ വാവയാണ്, കാത്തു. അപ്പം ഇവളുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് പോയതൊന്നും അത്ര ഒരുപാട് സമയമായിട്ട് ഫീൽ ചെയ്തില്ല. ലൈക്ക് എനിക്കൊന്നും ഒരു 1 hour and 15 minutes എടുത്തു അങ്ങോട്ട് പോകാൻ. ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. അപ്പം ഇവളോട് ഇങ്ങനെ സംസാരിച്ച് കളിച്ച് ചിരിച്ച് പോയതുകൊണ്ട് സമയം പോയത് പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ ഇങ്ങനെ നല്ല ജോലിയായിട്ട് പോയതുകൊണ്ട് നൈസായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അവൾ ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങളത് അവിടെ ഒരു 7:30 കഴിഞ്ഞപ്പം 7:45 ആയപ്പോൾ എത്തി. അങ്ങനെ അപ്പച്ചിയും ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വാവയ്ക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുമായിരുന്നു. അവൾ വേറെ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഡ്രസ്സ് മാറ്റി കൊടുത്തു. ആൻഡ് ഇതെൻ്റെ ചേട്ടൻ്റെ മോളാണ്, വേറൊരു ചേട്ടൻ്റെ മോൾ. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കുറേ നാൾക്ക് ശേഷം കണ്ട് ഒരുമിച്ച്. അപ്പം അതിൻ്റെതായ ജോലിനെസ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ സംസാരിച്ച് കളിച്ചൊക്കെ ഇരിക്കുവാണ്. അങ്ങനെ വേറൊരു വാവ വന്ന് അങ്ങനെ നമ്മളിവിടെ 2 വാവന്മാരും കൂടി ഭയങ്കര കമ്പനി നൈസൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവരുടെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ലൈക്ക് നല്ല സ്നേഹപ്രകടനമായിരുന്നു. ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ലൈക്ക് ശരിക്കും ആ ദിവസം കൊള്ളായിരുന്നു സത്യം പറഞ്ഞാൽ. എന്താ പറയുക, ലൈക്ക് നല്ല രസമായിരുന്നു ഇവരുടെ ഇതൊക്കെ ഓരോ ഇത് കാണും. ആൻഡ് അങ്ങനെ ഞങ്ങൾ അച്ഛൻ വന്നു. അങ്ങനെ എല്ലാവരും അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്യുന്ന ഞാൻ ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കാത്തുമ്മയെടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഉമ്മ തരാനൊക്കെ പറഞ്ഞ് അങ്ങനെ ടാറ്റയൊക്കെ പറയാൻ പറ്റും. അവൾ ഓരോന്ന് നല്ല ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോയി. കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസും ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു. പിന്നെ ഐസ്ക്രീം, പിന്നെ കട്ട് ഫ്രൂട്ട്സും അങ്ങനെ സംഭവങ്ങൾ. ആൻഡ് അങ്ങനെ ഞാനും ചേച്ചിയും ചേട്ടനും പിന്നെ അമ്മയും അച്ഛനും കൂടെ ഒരുമിച്ചാണ് കഴിച്ചത്. അപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്ന അപ്പച്ചി വന്നിരിക്കുക. അപ്പോൾ അപ്പച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അതിനിപ്പോൾ ഞാൻ ഐസ്ക്രീം കഴിക്കുവാണ്. വാവ ബാക്കിൽ നിൽപ്പുണ്ട്. അവളിങ്ങനെ ഓരോന്നും നോക്കി ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുകയാണ് ആൾ. ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുവാണ്. ആൻഡ് ഫുഡ് നല്ല രസമാണ്. അവർ നല്ല ഫുഡ് തന്നെയായിരുന്നു. പക്ഷേ കൂടുതൽ കറിയൊക്കെ തരുന്നുണ്ടായിരുന്നു, ചിക്കൻ കറിയൊക്കെ. അപ്പം അങ്ങനെ എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഞാൻ. പിന്നെ അപ്പച്ചി വാവയ്ക്ക് ഇങ്ങനെ വാട്ടർ മെലൺ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവൾക്കത് കഴിക്കാൻ വയ്യ. അവളിപ്പോൾ പറയുന്നത് ഐസ്ക്രീം വേണം എന്നാണ് പറയുന്നത്. എന്നൊക്കെ പറയുന്നത് ഐസ്ക്രീം തന്നെയാണ്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് കണ്ടപ്പം പാവത്തിന് അത് കഴിക്കാൻ തോന്നി. പിന്നെ എങ്ങനെയൊക്കെ അവൾ കഴിച്ചു. വാട്ടർ മെലണൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് കുട്ടി. പിന്നെ ഇതാണ് എൻ്റെ ഒരു ചേട്ടൻ. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ബ്ലോഗ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ റിയാക്ഷനാണ് കാണുന്നത്. ഇതെൻ്റെ ഒരു ചേട്ടനാണ്. ഇനി ഒരു ചേട്ടനും കൂടി ഉണ്ട്. ഇതിപ്പോൾ വരും. ഇതിപ്പോൾ ഞാൻ ഇടുമ്പോൾ എന്നെ കൊല്ലും എന്ന് എനിക്ക് ഉറപ്പാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചിയും ചേട്ടനും അവൻ കൂടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി, ചേച്ചിയുടെ കസിനാട്ടോ, ചേച്ചിയുടെ ഫസ്റ്റ് കസിനാണ്, ഞങ്ങളുടെ സെക്കൻഡ് കസിനാണൊക്കെ. അപ്പം അങ്ങനെ കുറേ ബന്ധമുണ്ട്, ഇത് പറയുകയാണെങ്കിൽ കുറേ ബന്ധമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ബന്ധമായിട്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചേച്ചിക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയും അച്ഛനും കൂടെ പോവാണ്. ഇങ്ങനെ അച്ഛൻ ഓരോക്കെ ഫണ്ണൊക്കെ അടിക്കുക, കോമഡിയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാൻ നാളെ വരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വരില്ല, പറ്റില്ല, പരീക്ഷയാണെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ പോയി. അവൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലില്ല, ഞാൻ ആഡ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളത് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ബാക്ക്ഗ്രൗണ്ട് പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതോ ഒരു പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും ഈ ചേച്ചിയുടെ നമ്മളെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന സംഭവം ഉണ്ടല്ലോ, ചടങ്ങ്. അപ്പോൾ അതിന് വേണ്ടി അവർ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ വന്നതിന് ശേഷം ഞങ്ങൾ കേക്കൊക്കെ മുറിക്കാൻ കയറി. അവർ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം ആ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ സെക്ഷനായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എന്നെയൊക്കെ വിളിച്ചു. ഞാൻ അവിടെ പോയി നിൽപ്പുണ്ട്, എന്നെ കാണാൻ കൂടി പറ്റില്ല, എൻ്റെ ഇടയിൽ എവിടെ ഉണ്ട്, അതായത് സൈഡിലുണ്ട്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ ഒരു കുഞ്ഞൊരു സെക്ഷൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് എനിക്കൊന്ന് ലാസ്റ്റ് എൻ്റെ ഒരു ചേട്ടൻ്റെ കല്യാണത്തിനാണ് ഞാൻ ഇങ്ങനെ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി കൂടെ പോയി നിന്നത്. കുറേ നാളായി, എനിക്കൊന്നൊരു 3-4 വർഷമായിട്ടുണ്ട് അതിന് ശേഷമാണിത്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കല്യാണത്തിന് പോവാത്തതിൻ്റെ സങ്കടം ഞാൻ റിസപ്ഷനിൽ തീർത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോയി. അപ്പോൾ അതിൻ്റെ ക്ലിപ്സാണിത്, എൻ്റെ കുറച്ച് ഫോട്ടോസ്. അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ, പിന്നെ കാത്തൂൻ്റെ കൂടെയുള്ള ഫോട്ടോ, പിന്നെ ചേട്ടന്മാരുടെയും ഫോട്ടോ എടുത്തു. കാരണം എനിക്ക് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങിയപ്പം അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാണ്. നമുക്കിനി കുറേ നേരം ട്രാവൽ ചെയ്യണമല്ലോ. അപ്പം ഒന്നാമതൊക്കെ ഗൗണായിട്ടിരുന്നത്, അപ്പോൾ അത് മാറ്റി കൊടുത്തു. ആൻഡ് ഇതായിരുന്നു ഓഡിറ്റോറിയം. ആൻഡ് ഇത് ആക്ച്വലി ഇതൊന്ന് മേളിൽ കണ്ടോ, സിനിമ തിയേറ്ററാണ്. എൻ്റെ താഴെയാണ് ഈ ഓഡിറ്റോറിയം വരുന്നത്. നാളെയും ഇവിടെ തന്നെയാണ് കല്യാണവും. പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു 10 ആയപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നൈറ്റ് വ്യൂ, കാറിലുള്ള നൈറ്റ് വ്യൂ. വാവ അപ്പത്തേനും ഉറങ്ങി, അതാണ് വാവയുടെ ക്ലിപ്പൊന്നും ഇല്ലാത്ത. അപ്പോൾ ഗൈസ് വീടെത്തി. ഇപ്പോൾ സമയം കറക്റ്റ് 11:15 എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, നല്ല ടയേർഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു 1 hour കൂടുതൽ ട്രാവൽ ഉണ്ട് അങ്ങോട്ടും പോകാനും പിന്നെ ഇങ്ങോട്ട് വരാനും. അപ്പം ഒരുപാട് ടയേർഡായി. പിന്നെ അവിടെ എന്തായാലും കുറച്ച് എൻജോയ് ഒക്കെ ചെയ്തു. അപ്പം എന്താ പറയണ്ടത്, എനിക്ക് എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി. കാരണം ഞാൻ പറഞ്ഞാൽ എനിക്ക് രാവിലെ പരീക്ഷയാണ്. അപ്പോൾ എനിക്ക് 8:15 പോകണം. അപ്പം ഒരു 6 മണിക്കെങ്കിലും എഴുന്നേറ്റാൽ ഒന്ന് പഠിക്കണം, പോകണം. എനിക്ക് 8:15 എത്തണമെങ്കിൽ ഞാനിവിടെ നിന്ന് 7 മണിക്ക് ഇറങ്ങണം ബസ് കിട്ടി പോകുമ്പോൾ. പിന്നെ അച്ഛനും കല്യാണത്തിന് രാവിലെ നേരത്തെ കല്യാണം 9 മണിക്ക് എന്താണ്. അപ്പോൾ ഇവർക്കും ഇതേപോലെ 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 9 മണിക്കെങ്കിലും അവിടെ എത്തത്തുള്ളൂ. അങ്ങനെയാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ഹെക്ടിക്കായിട്ടുള്ള ഡേ ആണ്. എങ്ങനെയെങ്കിലും ഉറങ്ങുക. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ആ ഫോട്ടോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ട് കിടക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. കാരണം എനിക്ക് അപ്പം തന്നെ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഒരു ഉറക്കം വരത്തില്ല. അങ്ങനെയല്ല, പക്ഷേ എൻ്റെ ഞാൻ നേരത്തെയും എൻ്റെ ഇപ്പോഴത്തെ ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ടയേർഡാണെന്ന്. ഞാൻ ട്രാവൽ, അതാണ് മെയിൻ പ്രശ്നം. അല്ലാണ്ട് അവിടെ ചെന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഈ ട്രാവൽ ചെയ്യാൻ തന്നെ കുറേ സമയം എടുത്തു. കണ്ടോ, മേക്കപ്പൊക്കെ അതുപോലെ തന്നെയുണ്ട്. അയ്യോ ഭയങ്കര ചൂടാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ബൈ ബൈ.